We are at the target. Good. Thank you. ഇത്ര പെട്ടെന്ന് ഒരെണ്ണം നമ്മുടെ മുമ്പിൽ ഒന്ന് പെടുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി നമുക്ക് ജോലി തുടങ്ങാം. Nonsense! Forest officer. Bloody wild dog. I know what is next. നല്ല ഡാഡി. ഓ, മോളോടുള്ള സ്നേഹം കണ്ടില്ലേ? 5-6 ദിവസം കഴിയുമ്പോഴാ മോളെയും മോളെ അമ്മയും പറ്റി ഓർക്കുന്നത്. അമ്മയെ കുറിച്ച് ദിവസവും ഓർക്കും. പക്ഷേ പോരാൻ പറ്റണ്ടേ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. മോളെ അവിടെ ഇരിക്കും. രാഗിണി, നമ്മളുടെ മോളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടു. ഈ റേഞ്ചിൽ ഒരു ഓഫീസർക്കും സാധിക്കാതിരുന്ന കാര്യമാണ് ഞാൻ നടത്തിയത്. ഒരു വലിയ ഓഫീസർ. അല്ലേലും നിനക്ക് എന്നെ പുച്ഛമാണ്. വർഷങ്ങളായി ആനവേട്ട നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ സംഘത്തെയാണ് ഞാൻ പിടികൂടിയത്.
അങ്കിൾ 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 കാണൂ കാണൂ കാണു ജീവിച്ചിരിക്കുന്നു. നിനക്ക് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. കാലാകാലങ്ങളായി ചത്തോരെ നമ്മളിവിടെ ഇവ ദേവതയാണ്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മലദൈവങ്ങൾ അയച്ച ദേവത. ഇവൾ എന്റെ മകളാണ്. ഈ കാടിന്റെ റാണിയാണ്.
എന്റെ മോക്കൊന്നും കഴിക്കണ്ടേ? അത് പറ്റില്ല. ഉം. ആ. പുതിയ പങ്ക്തികളിലൊന്ന് പാചകമായാലോ? അതിൽ തന്നെ ഒരു പുതുമയുമാകാം. അതാണ് നമുക്ക് വേണ്ടത്. സിനിമാ താരങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് ഈ പങ്ക്തി കൈകാര്യം ചെയ്യിച്ചാലോ? ദാറ്റ്സ് ആൻ ഐഡിയ. അതിലും നല്ലത് നടികളുടെ ഭർത്താക്കന്മാരെ കൊണ്ട് കൈകാര്യം ചെയ്യിക്കുന്നല്ലേ? അപ്പോൾ ആ പങ്ക്തിയെ കുറിച്ച് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യണം. ഏറ്റിരിക്കുന്നു സാർ. നോവലുകളെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? പൈങ്കിളി കഥകൾ അപകടകാരികളല്ലെന്നാണ് തകഴി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സർക്കുലേഷന് വേണ്ടി അത്തരം ചവർ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. ശരിയാണ് സർ, നമ്മുടെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഫീച്ചറുകളുടെ കാര്യത്തിൽ നമുക്ക് അല്പം കൂടി ശ്രദ്ധിക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ പൂർവ്വ കാമുകന്മാരെ പറ്റിയുള്ള കെട്ടുകഥകൾ ഏതായാലും നമുക്ക് വേണ്ട. ഒരു കറന്റ് സബ്ജക്റ്റ് ഉണ്ട്, വനം കൊള്ള, ആനക്കൊമ്പ് മോഷണവും തടികടത്തലും. കൊള്ളാം. വളരെ വിശദമായ അന്വേഷണം ആവശ്യമുള്ള ഒരു വിഷയമാണത്. പിന്നെ റിസ്ക് ആണെങ്കിലും നമുക്ക് അതിനെപ്പറ്റി അന്വേഷിക്കാം. കാട്ടുകള്ളന്മാരോട് പൊരുതുന്ന തന്റേടിയായ ഒരു പെണ്ണിനെ കുറിച്ച് ഒരു ഫോറസ്റ്റ് ഓഫീസർ എന്നോട് പറഞ്ഞു. വളരെ ഉൾവനത്തിലാണ്. കാട് സംരക്ഷിക്കാൻ ഒരു പെണ്ണിറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നല്ലൊരു വാർത്തയല്ലേ? വനം കൊള്ളക്കാരുടെ തോക്കിന് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ധീരയാണ് അവളെന്നാണ് എന്റെ അറിവ്. കേട്ടിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. നമുക്കൊരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിനുള്ള സ്കോപ്പ് ഉണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ ജോലി ഞാൻ ഏറ്റെടുക്കാം. വെരി ഗുഡ്. ഫോട്ടോഗ്രാഫർ വർഗീസിനെ കൊണ്ടോ?
തെന്മലത്തെ വനപൂരം ഈ മലമക്കളുടെ പൂരം വേളി കഴിഞ്ഞുള്ള പൂരം ഓടി നീ വന്നട്ടെ പെണ്ണാളെ വേളി കഴിഞ്ഞുള്ള പൂരം ഓടി നീ വന്നട്ടെ പെണ്ണാളെ 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 തെന്മലത്തെ വനപൂരം ഈ മലമക്കളുടെ പൂരം വേളി കഴിഞ്ഞുള്ള പൂരം ഓടി നീ വന്നാട്ട് പെണ്ണാളെ വേളി കഴിഞ്ഞുള്ള പൂരം ഓടി നീ വന്നാട്ട് പെണ്ണാളെ 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 കാട്ടിലെ നമ്മുടെ മുപ്പന്റെ മുന്നിൽ നാണം കുനിങ്ങി കുനിങ്ങി കാട്ടിലെ നമ്മുടെ മുപ്പന്റെ മുന്നിൽ നാണം കുനിങ്ങി കുനിങ്ങി കാട്ടിലെ നമ്മുടെ മുപ്പന്റെ മുന്നിൽ നാണം കുനിങ്ങി കുനിങ്ങി വേളിപ്പെറുക്കണം പെണ്ണും ആടിടം ആടിടം മണ്ണാട്ടെ വേളിപ്പെറുക്കണം പെണ്ണും ആടിടം ആടിടം മണ്ണാട്ടെ വന്നാട്ടെ 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 തെന്മലത്തെ വനപൂരം ഈ മലമക്കളുടെ പൂരം വേളി കഴിഞ്ഞുള്ള പൂരം ഓടി നീ വന്നാട്ടെ പെണ്ണാളെ വേളി കഴിഞ്ഞുള്ള പൂരം ഓടി നീ വന്നാട്ടെ പെണ്ണാളെ കല്ലും മുള്ളും കാടും മേടും നമ്മുടെ കൂട്ടാണ് കാട്ടിന്റെ മക്കളും മൂപ്പന്റെ മോളും നമ്മുടെ കൂട്ടാണ് കല്ലും മുള്ളും കാടും മേടും നമ്മുടെ കൂട്ടാണ് കാട്ടിന്റെ മക്കളും മൂപ്പന്റെ മോളും നമ്മുടെ കൂട്ടാണ് തെന്മലത്തെ വനപൂരം ഈ മലമക്കളുടെ പൂരം വേളി കഴിഞ്ഞുള്ള പൂരം ഓടി നീ വന്നാട്ടെ പിന്നാലെ വേളി കഴിഞ്ഞുള്ള പൂരം ഓടി നീ വന്നാട്ടെ പിന്നാലെ അപ്പനെന്താ ഓർക്കണേ? അത് നീ തന്നെ പറയണം. അപ്പൻ എന്താ ഓർക്കണേന്ന് ഞാനെങ്ങനെ പറയണേ? നീ തന്നെ പറയണം. പറയട്ടെ. ഉം. കഞ്ചാവ് അത് ഞാൻ തരത്തില്ല. അല്ല. ചേടാ പിന്നെന്താ? അതുമല്ല. ഓ എന്നാ എനിക്കും അറിയില്ല. അപ്പൻ തന്നെ പറ. പറയട്ടെ. പറയട്ടെ. ഞാൻ ആലോചിച്ചത് മുഴുവനും
നിന്നെ കുറിച്ചാ. എനിക്ക് വയസ്സ് ഒരുപാടായി. ഞാൻ പോയാൽ പിന്നെ നിനക്കാരുണ്ട്? അപ്പൻ എങ്ങോട്ട് പോവെന്നാ പറഞ്ഞേ? എന്നെങ്കിലും ഒരിക്കൽ ചത്തുപോയില്ലേ മോളെ? ഈ വലിയ കാട്ടില് നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോണമല്ലോ എന്ന് ഓർക്കുമ്പോ അപ്പൻ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയണേ? പറയണമെന്ന് തോന്നി. നിനക്ക് കൂട്ടിനൊരാളിനെ കണ്ടുപിടിക്കേണ്ട സമയമായി. എനിക്കിപ്പോ കൂട്ടിനൊരാളും വേണ്ട. എന്തു പറ്റി? പതിവില്ലാതെ ഹാപ്പിയിലാണല്ലോ. താൻ ആ പ്രോഗ്രാം കവർ ചെയ്തില്ലേ? കവർ ചെയ്യുന്നതിൽ പോയത്, പക്ഷെ കവർ ചെയ്തില്ല. എന്താ മുഖ്യമന്ത്രി വന്നില്ലേ? മുഖ്യമന്ത്രി വന്നു. എന്റെ പൊന്നാശാനെ, ആ സ്റ്റേജിന്റെ അടുത്തേക്ക് അടുക്കാൻ വയ്യ. ഭയങ്കര ആൾക്കൂട്ടം. പോലീസ് ആറ്റി ഈട്ടി, പിന്നെ കുത്ത് ചവിട്ട്. പക്ഷെ എങ്ങനെയെങ്കിലും ഒന്ന് കവർ ചെയ്യാന്ന് വെച്ചപ്പോ ജനങ്ങൾ എന്നെ കവർ ചെയ്യും. എന്റെ പൊന്നാശാനെ, ആൾക്കൂട്ടത്തിൽ വെച്ച് 4 ചുവരുകളും അതിൽ താമസിക്കുന്ന എന്റെ പാവപ്പെട്ട ഭാര്യയും 2 കുഞ്ഞുങ്ങളെയും ആ വീടിനെയും കുറിച്ച് ഓർത്തപ്പോ ഞാൻ ബലഹീനായിപ്പോയി. വയ്യ. ആ, ആശാൻ എവിടെ പോകുന്നെന്ന് കേട്ടല്ലോ. ഏതേ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാനോ കാട്ടുകളെന്നെ പിടിക്കാനോ? എന്താ പരിപാടി? ഒരു പുതിയ ഫീച്ചർ ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടിരിക്കുക. അപ്പൊ ഫോട്ടോ വേണ്ടേ? അതിന് ഏർപ്പാട് ചെയ്തല്ലോ ആരെ? നമ്മുടെ വർഗീസിനെ. പരീക്ഷ നശിപ്പിച്ചു. അവന് വല്ലതും കവർ ചെയ്യാനറിയോ? കംപ്ലീറ്റ് ഔട്ട് ഓഫ് ഫോക്കസ് അല്ലേ. വല്ല നല്ല പടം എടുക്കണമെങ്കിൽ ഈ സേവിയറിനെ കൊണ്ടുപോകണം. ദേ പോകുന്നതേ കാട്ടിലേക്കാ. ഞാൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയതേ കാട്ടിലാണ്. ചെറുപ്പം മുതലേ കാടും കാട്ടിലെ പക്ഷികളും മരങ്ങളും മരച്ചില്ലിലെ മൃഗങ്ങളും കാട്ട്പശുക്കളും എന്റെ ഒരു ബലഹീനതയാണ്. 2 ഫോട്ടോന് വേണ്ടി ഏത് ത്യാഗോചരമായ ജീവിതം നയിക്കാനും ഞാൻ തയ്യാറാണ്. ശരി, ചീഫ് എഡിറ്ററോടൊന്ന് പറഞ്ഞു നോക്കാം. അയാളോട് പോകാൻ പറയാ ആശാനെ. ആശാന്റെ ഉത്സാഹ കമ്മിറ്റിയായിട്ട് ഞാൻ തന്നെയായിരിക്കും വരുന്നത്. നിങ്ങൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറാണെന്നല്ലേ പറയുന്നത്? നിങ്ങൾക്കാണോ ആ കാട്ടുപണിയാണോ ഈ ഫോറസ്റ്റ് സംരക്ഷിക്കാനുള്ള ചുമതല? ഞങ്ങൾക്ക് സംരക്ഷിക്കാനൊക്കെ അറിയാം. മുറുക്കെ പിടിച്ചങ്ങ് സംരക്ഷിച്ചാലേ അങ്ങത്തെ പണി നടക്കില്ല. നിങ്ങൾ സംരക്ഷിച്ചിട്ടൊന്നുണ്ടായി? എത്ര കാലമായി ഒരു ആന വെടിവെക്കാൻ സാധിച്ചിട്ട്? നിങ്ങൾക്ക് ആനയും കൊന്ന് കൊമ്പുമായി പോയാ മതി. സമാധാനം പറയേണ്ടത് ഞാനാ. ഇന്നലെ വന്ന രജിസ്ട്രേറിന്റെ കാര്യം കൂടി അങ്ങ് പറഞ്ഞു കൊടു. എന്താ രജിസ്റ്ററോ? ഈ റേഞ്ചിൽ ആനകളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണെന്ന് അതിന് സമാധാനം ചോദിച്ചിരിക്കുക ഗവൺമെന്റ്. അങ്ങത്തെ പോയാ കാണാം. ഒന്നും പോകില്ലടോ. അതിനൊക്കെയുള്ള പിടിപാട് ഞങ്ങൾക്ക് തിരുവനന്തപുരത്തുണ്ട്. വേണമെങ്കിൽ ഒന്ന് ബോധ്യപ്പെടുത്തി തരാം. ഗവൺമെന്റിനെ പറ്റിക്കാൻ ഒരു ചെറിയ വിദ്യ പ്രയോഗിക്കാം. ആരെങ്കിലും ഒരുത്തനെ പിടിച്ച് കുറ്റം സമ്മതിപ്പിക്കണം. മനസ്സിലായില്ല? കാടന്മാരിൽ ഒരാളെ പിടിച്ച് അവരാണ് ആനക്കൊമ്പ് മോഷ്ടാവെന്ന് സമ്മതിപ്പിക്കണം. എന്നിട്ട് അവന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യണം. നല്ല ഐഡിയ. ആനക്കൊമ്പ് മോഷ്ടാവിനെ പിടികിട്ടിയെന്ന് അറിഞ്ഞാൽ സാറിന് പ്രമോഷൻ വരെ കിട്ടും. പ്രമോഷൻ കിട്ടിക്കഴിയുമ്പോ സാറ് ഞങ്ങളെയൊക്കെ ഒന്ന് മറന്നു കളയരുത്. നടന്ന് നടുവിന്റെ നട്ടൊടി. ആ നടന്നല്ലേ പറ്റൂ. അങ്ങത്തെ മാർക്കൊക്കെ ആജ്ഞാപിച്ചാ മതി ആളെ പിടിക്കാൻ. ആളെയും പിടിക്കണം, ആനേനെയും പിടിക്കണം. വിഷമിച്ച് പോകത്തേ ഉള്ളൂ. ആ പാർട്ടി ആയാലും പാർട്ടിയൊക്കെ കൊള്ളാം, പക്ഷേ അടുക്കുന്നത് സൂക്ഷിച്ചു വേണം. വിഷം പുരട്ടി അമ്പുമായിട്ടാണ് അവർ നടക്കുന്നത്. അബദ്ധത്തിലെങ്ങാനും ദേഹത്ത് കൊണ്ടാ അവിടെ കിടക്കും. അങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഒരുത്തനെ പൊക്കിയെടുത്ത് കൊണ്ടിരുന്നില്ലെങ്കിലേ തനിക്കും തന്റെ സാറിനോ കുഴപ്പം. പിന്നെ നമ്മുടെ തോക്കുണ്ടല്ലോ. വരും. ഇതേലൊരു വിരലടയാളം മാത്രം ഇട്ടാ മതി. അങ്ങത്തേക്ക് ഒട്ടനെ തിരിച്ചു പോകാം. എനിക്ക് തിരിച്ചു പോവുകയും വേണ്ട,
ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ വെച്ച് കെട്ടുകയും വേണ്ട. 2 ആനയെ വെടി വെച്ചു, 3-4 കൊമ്പ് ഓടിച്ച് ആർക്കോ കൊടുത്തു. ഇതൊരു ആനക്കാരിയൊന്നുമല്ല. ദാ, ഇതേലൊന്ന് വിരലമർത്തി ഇങ്ങോട്ട് വെച്ചാ മതി. ഇല്ലാന്ന് പറഞ്ഞില്ലേ? എന്തായി? എന്റെ അങ്ങത്തെ ഈ അങ്ങത്തെ സമ്മതിക്കുന്ന ഒരു ലക്ഷണവുമില്ല. എടോ കളവാ, പറയുന്ന കൂടി ചെയ്താൽ മതി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ചെയ്യേണ്ടത് എടോ, ഒരു പെണ്ണോ? പെണ്ണോ? എവിടെ എവിടെ? ആനപ്പെണ്ണോ?
ശരി, ഒരു പടം എടുക്കണം. ഇതുപോലെ അവസരം ഇനി കിട്ടില്ല. എന്റെ പൊന്നെ ആശാനെ, ഞാൻ വെറും ഒരു ഉത്സാഹ കമ്മിറ്റി ആയിട്ടാണ് ആശാന്റെ കൂടെ വന്നത്. ഈ സന്ദർഭത്തിൽ എന്നോട് ഫോട്ടോ എടുക്കാൻ മാത്രം പറയരുത്. ഞാനിപ്പം ബലഹീനാണ്. Stupid. കാടും കാട്ടിലും മൃഗങ്ങളും ബലഹീനരാണല്ലേ പറഞ്ഞത്. ആ. ഇപ്പൊ പേടി. പേടി. ടെമ്പറേച്ചറേ ടെമ്പറേച്ചറോ? അല്ല, അപ്പറേച്ചർ 5-6 ആണ്. സദാശിവൻ നായരെ, സാർ, താൻ എത്രയും വേഗം DFO വിവരം അറിയിക്കണം. ശരി സാർ. ആനക്കൊമ്പ് മോഷണം സ്ഥിരം തൊഴിലാക്കിയ ഒരുത്തനെ അറസ്റ്റ് ചെയ്തതിന് ഈ അക്രമം കാണിച്ചെന്ന് പ്രത്യേകം പറയണം. ഒരാവശ്യവുമില്ലാത്ത പണിയായി പോയി. ഞാൻ ഈ അംഗത്തെയോട് അപ്പോഴേ പറഞ്ഞതാ, അപകടമാ, പിടിക്കണ്ട. അയാളെ പിടിച്ചതേ തന്റെയും തന്റെ ഓഫീസറുടെയും ആവശ്യത്തിന് വേണ്ടിയാ. ഞങ്ങൾക്ക് ഒരാവശ്യമില്ല. എന്ത് ആവശ്യമില്ലേ? ആനകളുടെ എണ്ണം കുറഞ്ഞു വന്ന് കാണിച്ച് ഫയൽ വന്നത് നിങ്ങൾക്കാ. ആ വീട്ടിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. ആ വെട്ടിന് പകരം ഇപ്പൊ കിട്ടിയതേ കുത്ത. തർക്കിച്ച് നിൽക്കേണ്ട സമയമല്ലിത്. സർ, ഒഫീഷ്യൽ കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ചെയ്യൂ. എല്ലാം കൂടി ആലോചിക്കുമ്പോ പേടി തോന്നുന്നു. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. കുറെ കാലം ഞങ്ങളെ ഞങ്ങളുടെ ബോസിനെ അറിയാമല്ലോ. നമുക്കുടനെ ചെയ്യേണ്ടത് ആ പെണ്ണിനെ കണ്ടുപിടിച്ച് അവളെ തകർക്കുക എന്നുള്ളതാണ്. മതി. മോളെ, നീ വന്നില്ലായിരുന്നെങ്കിൽ അവന്മാര് എന്നെ കൊന്നേനെ. അവന്മാര് ഈ കാട് നശിപ്പിക്കും. എന്റെ മോളത് സമ്മതിക്കല്ലേ? ഇല്ലപ്പാ, ഇവിടെ വന്ന് ഒരില പോലും പറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് ഈ കാടിനോടുള്ള സ്നേഹം കാണുമ്പോ എനിക്ക് സന്തോഷമുണ്ട് മോളെ. എന്റെ അപ്പനും അപ്പന്റെ അപ്പനും ഈ കാട് നോക്കിയിരുന്ന കാലത്ത് ഇത് നശിപ്പിക്കാൻ ഇവിടെ ആരും വരുമായിരുന്നില്ല. ഇപ്പൊ വരുന്നവരെയും ഞാൻ വെറുതെ വിടില്ലപ്പാ. ആ ധൈര്യം കൊണ്ടാ നീ എന്റെ മോളല്ലെങ്കിലും നിന്നെ ഞാൻ ഈ കാട് ഏൽപ്പിക്കുന്നത്. എവിടെ ആയിരുന്നപ്പനെ? ആ കാളോണിൽ ഇപ്പോഴും മൂപ്പരെ തേടി നടക്കുക. കാട് നശിപ്പിക്കാൻ നാട്ടിൽ നിന്ന് വന്നവര് എന്നെ പിടിച്ചോണ്ടുപോയി. എന്റെ മോള് വന്ന് എന്നെ രക്ഷിച്ചു. നമ്മളെയൊക്കെ രക്ഷിക്കാനല്ലേ മലദൈവങ്ങൾ ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഇറങ്ങാണ്. ഓയ് അശാനെ, പണ്ടാറടങ്ങത് കയ്യിൽ നിന്ന് എങ്ങനെ വിട്ടുപോകൂ. മിക്കവാറും. അയ്യോ, എന്താണ് മോളെ? ഇത് കുത്തി കേറിയത് തന്നെ. സാർ വെറുതെ പോയിന്നാല്. ആഹാ, അസല് വെല്ലിങ്സ് അല്ലേ? നല്ല വെല്ലിങ്സ്. ഒരാളെന്നെ കൊത്തല്ലേ? ആ, നമുക്ക് അതിനകത്ത് പിള്ളേരെ കണ്ടോ? ചെറുപ്പക്കാരത്തിയാണ്. എനിക്കത് ചേട്ടാ കാണാൻ. ഇത് ഞാൻ ബലഹീനാവുന്നല്ലോ. ലക്ഷണങ്ങളൊക്കെ ഞാൻ തന്നെ കാണുന്നുണ്ട്. ഇതൊക്കെ രണ്ടെണ്ണം. അയ്യോ, പേടിയാണ് ഞാൻ കണ്ടിട്ട്. ആ, സൂക്ഷിച്ചു പോലെ. ഏതായാലും ഇവിടെ എത്തിയില്ല നമ്മൾ. കുഴി നോക്കട്ടാ. അല്ല പോരും. അയ്യോ, നല്ല കയ്യും കാലും ഉള്ള ആണുങ്ങളും ഉണ്ട് ഇവിടെ. അല്ല, ഇതെന്താ ചത്തതോ അല്ല ചാവാൻ കിടക്കണതോ? നശിപ്പിക്കാൻ വന്നവർ അല്ല, ഞങ്ങൾ കാടിന്റെയും കാട്ടിലെ ആൾക്കാരുടെയും ശത്രുക്കളല്ല. ഒരു പൂവിനെ പോലും ഞാൻ ഇതുവരെ നുള്ളി നോവിച്ചിട്ടില്ല. അത്രയ്ക്ക് ബലഹീനാണ് ഞാൻ. പിന്നെ ഈ കാട്ടിലെന്തിനാ വന്നത്? കാട് നശിപ്പിക്കുന്നവരെ കുറിച്ച് അന്വേഷിക്കാൻ. അപ്പ ഇവരും അവിടെ ഉണ്ടായിരുന്നോ? ഇവരെ അവിടെ കണ്ടതായി ഓർമ്മയില്ല. നാടന്മാരാ, കള്ളം പറയും.
ഇവിടെ പിടിച്ചു കെട്ടിട്ട് ഞങ്ങൾക്ക് നാട്ടിൽ പോകണ്ടേ? അല്ല ഇവര് ഞങ്ങൾ പറഞ്ഞ സത്യമാ. കാട് നശിപ്പിക്കുന്നവരുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അവർ ഞങ്ങളുടെയും ശത്രുക്കളാ. ഇവരെ വിട്ടയച്ചേക്കൂ മോളെ. താങ്ക് യു. അല്ല ഇനി ഈ കാട്ടിനുള്ളിൽ കണ്ടുപോരുത്. ഞാൻ പോകട്ടോ. ബലഹീനമാ. ഇതെല്ലാം കൊള്ളാം. അച്ഛനെ ഇതാരുടെയാ? ഏതോ കാട്ടുജാതിക്കാരുടെയാണെന്ന് തോന്നുന്നു. ആശാനായതുകൊണ്ട് ഈ സൗകര്യങ്ങളൊക്കെ ധാരാളം മതി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമേ അല്ല. ഞാൻ പോവല്ലേ എവിടേക്ക്? നാട്ടിലേക്ക്. നാട്ടിലേക്കോ? ഒരു ഭാര്യയും 2 കുഞ്ഞുങ്ങളും 4 ചുമരോടുള്ള എന്റെ വീട്ടിലേക്ക്. അപ്പൊ പിന്നെ ഈ പടം എടുക്കുന്നത് ആരാ? ഇനി പടം എടുക്കാൻ ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ഡെഡ് ബോഡിയുടെ പടം വേറെ ആരെങ്കിലും എടുക്കേണ്ടി വരും. പിന്നെ താൻ എന്തിനാ എന്നോട് വന്നത്? വേറൊരു ഉത്സവ കമ്മിറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചു. എന്റെ പൊന്നാശാനെ, കെട്ടുപ്രായം കഴിഞ്ഞ 2 പെങ്ങന്മാരാണ് ആ 4 ചുവരുകൾക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എത്ര ഫോട്ടോ എടുത്തിട്ടാണ് എനിക്ക് അവരെ പറഞ്ഞേക്കാൻ പറ്റുക? അവരും എന്റെ ഒരു ബലം രീതി. ഏതായാലും വന്നില്ലേ, 2-3 ദിവസം കൂടെ നോക്കാം. ഇതൊക്കെ ഒരു ത്രില്ലല്ലേ? മൃഗക്കടിയേറ്റ് ചാവാൻ എനിക്ക് പേടിണ്ടായിട്ടല്ല. പക്ഷേ മക്കൾ 2 പെണ്ണാണ്. അവരെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന നേരത്ത് തന്തെങ്കിലും ചത്തു എന്ന് ചോദിച്ചാൽ, മൃഗക്കടിയേറ്റ് ചത്തു എന്ന് പറഞ്ഞാൽ ശ്രീരനെ സംബന്ധിച്ചിടത്തോളം അത് നാണക്കേടാണ്. എന്തായി? ആ പെണ്ണിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഇല്ല സാർ, കുറച്ചു ദിവസമായി ആ പെണ്ണിനെ കുറിച്ച് ഒരു വിവരവുമില്ല. കാട്ടിനുള്ളിലേക്ക് വലിഞ്ഞതായിരിക്കും. എപ്പോഴാ ഇനി അമ്പും വില്ലുമായി തിരിച്ചു വരുന്നതെന്നാ എന്റെ പേടി. സാറിന് എന്ത് പറ്റി? ഇങ്ങോട്ട് പുറപ്പെട്ടത് മുതൽ ആകെ മൂടോട്ടാണല്ലോ. ആ പത്രക്കാർ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് കേട്ടത് മുതൽ എനിക്ക് എന്തോ ഒരു അൺഈസിനെസ്. അവന്മാര് വരികയും പോവുകയും ചെയ്യും. ചിലപ്പോ എഴുതിയെന്നും ഇരിക്കും. എന്താ കാര്യം? എഴുതാൻ തുടങ്ങിയിട്ട് കുറെ കാലം ആയല്ലോ. അതല്ല അങ്ങത്തെ കാര്യം. ഈ അങ്ങത്തയുടെ പേരെങ്ങാനും പത്രത്തിൽ അടിച്ചു വരുമോ എന്നാ. ഈ കാട്ടിൽ നടക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ പത്രക്കാർ വരുന്നു. അവന്മാരെയും ഒന്ന് കൈകാര്യം ചെയ്യേണ്ടി വരും. ആ അങ്ങത്തെ നേരത്തെ പറഞ്ഞില്ലേ, അവളെ കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. കാടന്മാര് കാട്ടിൽ നിന്ന് ഒരുത്തനെ പുറത്താക്കിയിട്ടുണ്ട്. ആളൊരു ചൂടനാണെന്ന അറിവ്. എങ്ങനെയെങ്കിലും അവനെ നമുക്ക് കയ്യിലെടുക്കാം. നീ തന്നെ ഇതാ ഞാൻ പറഞ്ഞ ആള്. എങ്ങനെയുണ്ടങ്ങത്തെ? അജന്ത എവിടെയാ താമസിക്കുന്നറിയോ? നിന്നെ പോലെ തന്നെ അവൾ ഞങ്ങളുടെയും ശത്രുവാണ്. അവളെ നശിപ്പിക്കേണ്ടത് നിന്റെയും കൂടി ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഇന്ന് തന്നെ കാട്ടിലേക്ക് തിരിക്കുന്നു. അവളുടെ അപ്പനാ നിന്നെ കാട്ടിൽ നിന്ന് പുറത്താക്കിയത് അല്ലേ? അയാൾ ചത്തെങ്കിലും അവൾ ജീവിച്ചിരിക്കുന്നത് നിനക്ക് ദോഷമാ. അത് പിന്നെ പറയാനുണ്ടോ? അവളല്ലേ ഇപ്പൊ കാട് ഭരിക്കുന്നത്. കാട്ടിലെ നിയമം അനുസരിച്ച് പുരുഷന്മാരല്ലേ കാട് ഭരിക്കേണ്ടത്? അതിന് അവളെ സമ്മതിക്കണ്ടേ? വേണ്ട, കാടൻ തന്നെ അവിടെ രാജാവാകും. നിനക്ക് ഞങ്ങളുണ്ട്. നിനക്ക് രാജാവാകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവളെ
നാടിനെ സ്നേഹിക്കുന്ന മനുഷ്യരെ കൊല്ലാനും കൊല്ലിക്കാനും മടിക്കാത്ത നാട്ടിലെ കാടന്മാർ. അവരുടെ തോക്കിൽ നിന്ന് മുതിർന്നു വീണ വെടിയുണ്ടകൾ എത്ര മനുഷ്യരുടെ ജീവൻ അപഹരിച്ചു, എത്ര മൃഗങ്ങളെ നിലംപരിച്ചാക്കി, അവർ എത്ര മരങ്ങൾ നിലംപതിപ്പിച്ചു. ഈ കാട്ടാളന്മാർക്കെതിരെ ഈ കാട്ടിൽ കണ്ടുപോരെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. മോളെ, എന്റെ മോൻ തന്നെ മോളെ കൊല്ലാൻ വന്നു അല്ലേ? അവനും ആ നാട്ടുകാരുടെ കൂടെ ചേർന്നു. കൊടും പാവി, എന്റെ മലദൈവങ്ങളെ, അവനെ ആന കുത്തി കീഴട്ടെ. പ്രിയപ്പെട്ട ആശാനെ, ഞാൻ പോകുന്നു. ത്യാഗോജലമായ ഏത് ജീവിതത്തിനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അമൃഗങ്ങളുടെ പല്ലുകൾ അതെന്നെ ബലഹീനാക്കുന്നു. ഒരു ഉത്സാഹ കമ്മിറ്റിയുടെ സഹായമില്ലാത്ത ആശാന്റെ ജീവിതം ത്യാഗോജലമാണെന്ന് എനിക്കറിയാം. ആശാൻ മരിക്കുകയാണെങ്കിൽ ആ വിവരം എന്നെ അറിയിക്കണം. ചരമറിയിപ്പ് കൊടുക്കാനുള്ള ആശാന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. എന്ന് സ്വന്തം PA സേവ്യർ, സ്റ്റാഫ് ഫോട്ടോഗ്രാഫർ. അവളെ കൺമുമ്പിൽ കണ്ടിട്ടും നീയൊക്കെ എന്തിനാ തോക്കുകൊണ്ട് നടക്കുന്നത്? എവിടുന്നോ വന്നൊരുത്തൻ തോക്ക് തട്ടിപ്പറിച്ചെന്ന് പോലും. ജീപ്പ് പിടിച്ചെടുത്തിന്റെ ശക്തിയൊക്കെ എവിടായിരുന്നു? ഒരു പീറപ്പെണ്ണോട് തോറ്റു വന്നിരിക്കുന്നു. നമുക്ക് ഒരു എതിരാളി കൂടി ഉണ്ടായിരിക്കുന്നു. ആ പെണ്ണിനെയും കാടന്മാരെയും കയ്യിലെടുത്ത് നമ്മുടെ അതേ ജോലി ചെയ്യുന്ന മറ്റാരും ഇവിടെ ഉണ്ട്. അവരിൽ ഒരാളായിരിക്കണം അവനും. നമുക്ക് ജോലി കൊടുക്കുന്ന ലക്ഷണമാണ്. ആദ്യം തകർക്കേണ്ടത് അവരെ അവന്റെ സംഘത്തെയുമാണ്. എന്റെ കർത്താവേ, എങ്ങനെയും നാട്ടിലെത്തിച്ചല്ലോ. തുണി കൊടുത്ത പെണ്ണുങ്ങളല്ല പോകുന്നത്. അമ്മമാരെ ഒന്നാണെന്നില്ലേ? ഇത് ഞാനാണ് ഫോട്ടോഗ്രാഫർ സേവ്യർ. അവിടെ ഇല്ലേ?
എടുക്ക, ക്യാമറ എടുക്ക, കൊടുക്കടാ. കുഞ്ചാലാട കുടുകുടു കുടുകുടു. കുഞ്ചാലാട കുടുകുടു. എന്ത് ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്നോ? ഒരു ഓണം ഇവിടുന്ന്. എടാ ഭാര്യ 2 കുട്ടികളുള്ളവനെ അറിയോ? അതുപോലെ ഞാൻ അവളെ കല്യാണം കഴിച്ചിരിക്കട്ടെ. എങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുപോകും? KTC KRS ലോറി ബുക്ക് ചെയ്യേണ്ടി വരും. അതിന് കാറ്റ് അവിടെ ലോറി. ആരോട് ചോദിക്കും? സങ്കടം തീർന്നല്ലോ. നല്ലൊരു കൊമ്പനല്ലേ വീഴ്ത്തിരിക്കുന്നത്. അല്ലേലും ഈ അങ്ങത്തെ വലിയ ഭാഗ്യശാലിയാ. അത് പിന്നെ പറയാനുണ്ടോ? കൊമ്പ് സ്റ്റോർ ചെയ്തിരിക്കുന്നിടത്ത് നല്ല കാവലുണ്ടല്ലോ. OS 4 പേരുണ്ട്. ചെക്ക് പോസ്റ്റിൽ വേണ്ടത്ര അറേഞ്ച്മെന്റ് ചെയ്യുന്നതുവരെ കൊമ്പ് സ്റ്റോർ റൂമിൽ തന്നെ കിടക്കേണ്ടി വരും. അധികം ലേറ്റ് ആക്കരുത്. വല്ല ഇൻസ്പെക്ഷൻ വന്നാൽ എന്ത് ഇൻസ്പെക്ഷനാ സാറേ? ഓ, ഞാൻ ഇറങ്ങുന്നു. ഓഫീസിൽ നിന്ന് പോണം. ശരി, ഞാനും വരണം. ഓ അയ്യോ ആരും വിളിക്കുന്നത്. അയ്യോ പള്ളിയോ? അയ്യോ ഒരു മനുഷ്യൻ. അമ്മ, കാട് എന്റെ ബലഹീനതയാണ്. പക്ഷെ ഈ കാറ്റ് ഫ്ലവർ പത്ത്. മനുഷ്യനൊത്തല്ലേ കേട്ടത്? കാവർ പത്തോ?
ഇസ്പേഡ് 10. ഇസ്പേഡ് 10? ഇസ്പേഡ് റാണി. ഇസ്പേഡ് റാണിയോ? ഈ കാട്ടിലോ? മനുഷ്യ ശബ്ദമാണല്ലോ. മനുഷ്യ 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 അയ്യോടെ പോണ കാമറാണി ഇസ്പേഡ് മനുഷ്യ. അയ്യോ 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 ഇത് പെണ്ണാണ്. പിന്നെന്താ വിചാരിച്ചേ? അയ്യോ എന്റെ പൊന്നെ എന്നെ രക്ഷിക്കണേ. താൻ ആരാടാ കാട്ടാള? അയ്യോ ഞാൻ കാട്ടാളിനല്ലേ നാട്ടാളിനല്ലേ ഒരു പാവപ്പെട്ട ഫോട്ടോഗ്രാഫറാണ്. ആരക്കും മോഷണം തടിമോഷണം എന്നിവ നിത്യതൊഴിലാക്കിയ രാജ്യദ്രോഹികളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പത്ര ഓഫീസിൽ എന്നോട് പറഞ്ഞതാ. എന്നിട്ട് ഫോട്ടോ എടുത്തോ? ഫോട്ടോ എടുത്ത്, പക്ഷെ രാജ്യദ്രോഹികളെ ഫോട്ടോ എടുത്തില്ല. കുറെ കാട്ടുമൃഗങ്ങളെ ഫോട്ടോ എടുത്തു. എല്ലാ മൃഗങ്ങളുടെ ഫോട്ടോ എടുത്തോ? ഓ എല്ലാ മൃഗങ്ങളും ഫോട്ടോ എടുക്കാൻ കൈ പറിച്ചിട്ടെടുക്കാൻ പറ്റണ്ടേ. ഞാനൊരു പശുവിന്റെ ഫോട്ടോ എടുത്തു. കാട്ടിലെവിടെയാ പശു? കാൽപ്പശു. ഏതായാലും കുറെ മനുഷ്യ സ്നേഹികളെ കണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, ഡ്രസ് ചെയ്യ്. ഇന്നലെ ഡ്രസ് ചെയ്ത് ഞാൻ ഡ്രസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതാണോ? ഇത് പെണ്ണല്ലേ? കൊള്ളാമല്ലോ. ബാത്റൂം ഇല്ലേ ഇവിടെ? ബാത്റൂം? പറയുമ്പോൾ കാറ്റിലവിടെ ബാത്റൂം ബാത്റൂം. ഞാൻ നഗ്നനായിരുന്നില്ലേ? ഒന്ന് ഫ്രഷ് ആയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, മദ്യപിക്കാറുണ്ടോ? ഓ അതെന്റെ ഒരു ബലഹീനതല്ലേ. ഉണ്ടോ? ഇതാ കുറച്ചുണ്ട്. ഇപ്പം അങ്ങനെ തട്ടിക്കണ. ഇതൊക്കെ സാറിന്റെ പെങ്ങന്മാരായിരിക്കും. ക്യാമറ ഉണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്യാമായിരുന്നു. അത് ക്യാമറ പോയി. അതാശാൻ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. ഓഹോ, ആശ എന്ന് പറഞ്ഞാൽ ആരാ? അയാളെ പത്രോഫീസിന് അയച്ചതാ? അതെ, റിപ്പോർട്ട് തയ്യാറാക്കാൻ. മനസ്സിലായില്ല. വനം കൊള്ളയെ പറ്റി എഴുതാൻ. ആശാൻ വേറൊരിടത്തുണ്ട്. ഞാൻ വെറും ഉത്സാഹ കമ്മിറ്റി. ഫോട്ടോ മാത്രം. ഫോട്ടോ ഒക്കെ ധാരാളം എടുത്തോ? ആകെ കിട്ടിയ പെണ്ണിന്റെ ഫോട്ടോ, കുറെ കാട്ടുമൃഗങ്ങളുടെ ഫോട്ടോ. അപ്പോഴേക്ക് ഞാൻ ക്യാമറ വെച്ച് അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടില്ലേ. ഇനി വേണമെങ്കിൽ ആശാൻ എടുത്തു. അയാളിപ്പോ എവിടെയുണ്ടെന്ന് അറിയാമോ? ഏകദേശം ഒരു രൂപം, ഒരു പ്ലാൻ എന്റെ മനസ്സിലുണ്ട്. ഞങ്ങൾക്ക് അയാളെ ഒന്ന് പരിചയപ്പെടണമല്ലോ. പരിചയപ്പെടാം, അതിനെന്താ? കാട്ടിലെ പതിവ് അങ്ങനെ ചാകാറാകുമ്പോ മണ്ണി കുഴിച്ചിടും. ദേ ഇവിടെ വരെ. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു പെണ്ണ് വന്ന് എന്നെ തൊട്ടത്. കാട്ടിൽ അങ്ങനെ ഒരു പെണ്ണില്ലായിരുന്നു. അത് മലദൈവങ്ങൾ അയച്ച പെണ്ണായിരുന്നു. ആ പെണ്ണാ എന്റെ അജന്ത. അവൾക്ക് അപ്പനും അമ്മയ്ക്ക് ആരാ? അപ്പനെ പോലെ അവളെ വളർത്തിയത് ചത്തുപോയ മൂപ്പന. കാളുമുപ്പം പൊയ്ക്കോ. ആ എന്നാ ഞാൻ വരട്ടെ. മലദൈവങ്ങളെ. ആശാനെ ഇവിടെ ഇവിടെയും കാണും. കാരണം എന്താ അറിയോ? പുള്ളി വലിയ പ്രകൃതി ആസ്വാദകനാ. മരത്തിലൊന്നും കയറിയിരിക്കില്ല. അത് ഇവിടെ ഇവിടെയും കാണും. കാണാതില്ല എവിടെ പോവാം. ആസ്വദിക്കുന്നു. ആഹാ, അപ്പൊ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടല്ലേ? നല്ല പാർച്ചൊരൊറ്റ അടി വെച്ചു ഞാൻ. അച്ഛനെ ഇതാണ് ഞാൻ പറഞ്ഞ് എഴുതുന്ന ആൾ. പിന്നെ ഇത് നമ്മൾ ഫ്രണ്ട്സാണ്. ആ ചെല്ലി ചെല്ലി. അപ്പോ നീയാണ് എഴുത്തുകാരൻ അല്ലേ? എന്താ ഇത്?
അവൻ നല്ലവനാ, നാടനാണേലും. അവനെ ഈ കാട്ടില് പുറക്കേണ്ടവനാ. പിഴച്ചുപോയ എന്റെ മോൻ കൂട്ടുകൂടിയവരോടാ അവൻ പൊരുതിയത്. നീയാണ് നാളെ ഈ കാടിന്റെ മൂപ്പൻ. ആരിനെ ചതിച്ച നീ? മനദേവങ്ങൾ തന്ന എന്റെ മോളെ കൊല്ലാമെന്ന നീ? നീ എന്റെ മരുന്നല്ല. അല്ല, അല്ല. തോൽവി തുടരുകയാണ്. ഇതെനിക്ക് പരിചയമില്ല. ലക്ഷങ്ങൾ ചിലവാക്കാൻ എനിക്ക് മടിയില്ല.
പക്ഷേ ആയിരങ്ങൾക്ക് വേണ്ടി തോൽക്കുന്ന പതിവ് എനിക്കില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ കാട്ടിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശക്തനായിരുന്നു അവൻ. അവനെയും അവർ കൊന്നു. ഈ റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും കിട്ടി. എങ്കിലും ആ കാട്ടുമണ്ണിന്റെ മുന്നിൽ തോറ്റു എന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ആ തോൽവിയേൽപ്പിച്ച മുറി ഉണക്കാൻ എനിക്ക് വേണ്ടത് അവളെയാണ്, അവളുടെ രക്തമാണ്. പക്ഷേ അതിനു മുമ്പ് നാം ഈ കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആനക്കൊമ്പും സാധനങ്ങളും എത്രയും വേഗം കടത്തണം. ഈ കാട് നിങ്ങളുടേതാണ്. ഇവിടുത്തെ മൃഗങ്ങളും മരങ്ങളും വനവിഭവങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്ന വനദേവത നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതാരും നശിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഈ കാട് നശിച്ചാൽ നിങ്ങളും നശിക്കും. അതിന്റെ ഇതിന്റെ പേരാണ് ക്യാമറ. പടം എടുക്കാൻ. പടം പടം ആ ദാ. ഇത് കണ്ണി വെക്കണം. ഇനി പ്രസ് ചെയ്യണം. സോറി, അമർത്തണം അമർത്തണം. അങ്ങനെ അമർത്തണം. ഓക്കെ. റെഡി? അജന്ത ഇപ്പൊ എന്റെ പടം എടുത്തു തരും. റെഡി? ആ ഇങ്ങോട്ട് നിൽക്കും. റെഡി? എടുക്കാൻ പോണു. ആ തിരിഞ്ഞിരിക്കും. റെഡി? ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരും. അപ്പൊ അജിന്തയുടെ പടം കാണിച്ചു തരാം. അത് വേറൊരു സാധനം. ഇത് ദൂരെയുള്ള സാധനങ്ങൾ അടുത്ത് കാണാനുള്ള സൂത്രം. ഇതാ നോക്കൂ. വല്ലതും കാണുന്നുണ്ടോ? ഇതിലും രസകരമായിരിക്കും. അവിടെ നോക്കിയാൽ. ബാ ബാ. നോക്ക്. എന്തോ കുഴപ്പമുണ്ട്. ആളുകളൊക്കെ ജീപ്പിന്റെ പിന്നാലെ ഓടുന്നു.
എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം എന്നോട് നടക്കുന്നു. Bastards. Rascals. കാട്ടുകളന്മാർ ഭയങ്കരന്മാരാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത പിശാചുക്കൾ. ആ 4-5 ആളുകളെ കൂടി കാവലയക്കണം. അവരും ആനക്കൊമ്പുകളും നഷ്ടപ്പെടാൻ ഇടയാവരുത്. എന്നാൽ ഞാൻ ഇതുവഴി പോകുന്നു. അതാ അജിന്റെ ഇപ്പൊ ഇങ്ങോട്ട് പോരുത്. ഇല്ല, ഞാൻ പോവും. എനിക്ക് പോയേ പറ്റൂ. അജിന്റെ
എന്റെ ആളുകളെ കൊല്ലരുത്. നിങ്ങൾക്ക് വേണ്ടത് എന്നെയല്ലേ? ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഓഹോ, നീ പിടിച്ചുകൊണ്ടുപോയ ഞങ്ങളുടെ ആൾക്കാരെവിടെ? ആനക്കൊമ്പുകൾ എവിടെ? എല്ലാം തരാം. നടക്ക്. ഈ നിൽപ്പ് നിന്ന് നീ ഇഞ്ചിഞ്ചായി മരിക്കണം. ഈ കാട് സ്വന്തമാക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അതിന് മറ്റൊരു ഉടമസ്ഥ ഉണ്ടാകുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. നീ ഈ കാട് വിട്ട് പോകണം. സാധ്യമല്ല. അജിന്റെ, ഇവിടെ അജിന്റെ ജയിച്ചിരിക്കുന്നു. എനിക്കതിൽ അഭിമാനമുണ്ട്. പക്ഷേ ഈ കാട് സ്വന്തമാക്കാൻ ഇതുപോലെ പലരും ഇനിയും വരും. ധീരത കൊണ്ടോ അമ്പുകൾ കൊണ്ടോ അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വരില്ല. അജിന്റെക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. പത്രത്തിന്റെ പേജുകൾ നിറയ്ക്കാൻ അജന്ത എന്ന കാട്ടുപെണ്ണിന്റെ ധീരകഥകൾ തേടിയാണ് ഞാനിവിടെ എത്തിയത്. പക്ഷെ അജന്ത കേവലം ഒരു വാർത്തയല്ല, എന്റെ ജീവിതം തന്നെ മാറിയിരിക്കുന്നു. നമുക്ക് പട്ടണത്തിലേക്ക് പോകാം, ഒരുമിച്ച് ജീവിക്കാം.
അജന്ത വരുമെന്ന് എനിക്കറിയാം. വരില്ലേ? ഇല്ല, ഞാൻ വരില്ല. അജന്തേ, ഇവരെയും ഈ കാടും വിട്ട് എനിക്ക് മറ്റൊരു ജീവിതമില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ കാടും ഈ മനുഷ്യരും എനിക്കൊപ്പമുണ്ട്. ഇവരായിരുന്നു എന്റെ എല്ലാം. എന്നെ നിർബന്ധിക്കരുത്.